ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് സൂചന. പൊള്ളാച്ചി കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാണ്. അതിനിടെ പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നാണ് സൂചന. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ കോയമ്പത്തൂരിലേക്ക് കടന്നു എന്നതിനപ്പുറം ഒരു ലീഡ് കിട്ടിയിരുന്നില്ല. ഇത് ചുവന്ന കാർ എന്നുമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കുന്നു. പൊള്ളാച്ചി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. അന്വേഷണ സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളും പരിശോധന നടത്തുകയാണ്. പാലക്കാട്ടെ രാഹുലിന്റെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഈ പറയുന്ന ദിവസം രാഹുൽ മുങ്ങി എന്ന് പറയപ്പെടുന്ന ആ ദിവസത്തെ ദൃശ്യങ്ങൾ ഈ CCTVയുടെ DVRലില്ല. അപ്പോൾ അത് വീണ്ടെടുക്കാനുള്ള നീക്കങ്ങളൊക്കെ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ആക്കിയത് കെയർടേക്കറുടെ അടക്കം സ്വാധീനത്താലാണ് എന്ന തരത്തിൽ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാവണം രാഹുലിന്റെ ഫ്ളാറ്റിലെ കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ആയിഷത്തുൽ ഷംന വിവരങ്ങൾ വെച്ചിരുന്നു. ഷംന, കെയർടേക്കറുടെ മൊഴി എങ്ങനെയാണ്? ഹാഷ്മി, ഇതുമായി ഒരു ബന്ധമില്ല എന്ന് തന്നെയാണ് കെയർടേക്കർ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് വ്യാഴാഴ്ചയാണ് രാഹുലിനെതിരെ കേസ് വരുന്നതും രാഹുൽ ഒളിവിൽ പോകുന്നതും. എന്നാൽ ആ വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് താൻ വീട്ടിലേക്ക് പോയിരുന്നു. പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ആക്കിയതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല, അതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കെയർടേക്കർ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും SIT സംഘം ഇന്നലെ വീട്ടിലെത്തിയാണ് ഈ കെയർടേക്കറുടെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ ഫ്ളാറ്റിലെത്തി മൊഴി രേഖപ്പെടുത്തുമെന്നൊക്കെ ആദ്യം അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. ഫ്ളാറ്റിലൊന്നും ഇന്നലെ ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് വൈകിട്ടോട് കൂടി വീട്ടിലെത്തിയ രഹസ്യ സ്വഭാവത്തിൽ തന്നെയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ഒരു ബന്ധവുമില്ല. ഈ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഈ CCTV ദൃശ്യങ്ങൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നതിനെ കുറിച്ച് തനിക്ക് ഒരു വിവരവുമില്ല. തന്നെ ആരെയും സ്വാധീനിക്കുകയോ താൻ ഇടപെട്ട് അത് ഡിലീറ്റ് ആക്കുകയോ ചെയ്തിട്ടില്ല എന്ന് കൂടി കെയർടേക്കർ മൊഴി നൽകുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ, കെയർടേക്കറുടെ മൊഴി അങ്ങനെ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ സ്വാധീനത്തിൽ ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് കെയർടേക്കറുടെ മൊഴി. പിന്നെ എങ്ങനെയാണ് ആ ദിവസത്തെ ദൃശ്യങ്ങൾ മാത്രം അതിൽ നിന്ന് പോയത് എന്ന കാര്യം വ്യക്തവുമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.